നിങ്ങൾ തന്നെ പറയട്ടോ. അതായത് ഇങ്ങനെയുള്ള ഒരു ലുക്ക് നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ഈ ഒരു അലോയ് വലിയ ബോറില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പറയാം ഗായ്സ്. അപ്പം നമ്മുടെ വണ്ടീനെ നമ്മൾ എയറിൽ കയറ്റി നിർത്തിയേക്കാണ് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഊരിപ്പോയിട്ട് അതൊക്കെ വെറുതെ അങ്ങോട്ടൊക്കെ കണക്ഷൻ കൊടുത്തിട്ടിരിക്കാന്ന്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി നമുക്ക് മാറ്റണം അല്ലേ? അത് മാത്രമല്ല അതിന് പുറമെ നമ്മൾ അടിയിലേക്ക് വേണ്ടിയിട്ടൊരു കവറും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ വലിയ ഹമ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇരുട്ടാണ് ഫുള്ള് എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ അടിഭാഗം അറിയണ സമയത്ത് ആ ഒരു കവർമിക്കായിരിക്കും സ്ക്രാച്ച് കിട്ടാല്ലേ. അതായത് ഡയറക്റ്റ് നമുക്ക് കിട്ടാം. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. അതേപോലെ ഉണ്ട് കുറെ ലോക്കോളൊക്കെ നമ്മുടെ വിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നൈസായിട്ട് സെറ്റ് ആക്കാൻ വേണ്ടിട്ട് നമ്മൾ ഡബ് റോഡേഴ്സിൽ വണ്ടി കയറ്റിയിരിക്കുകയാണ് ബ്രോ. ഒരു 6 വണ്ടി നമ്മൾ പണിത് ഇറക്കുന്നു പറഞ്ഞത് സത്യല്ലേ? ഞാൻ ഇന്നലെ സ്റ്റോറി കിട്ടണമെന്നു. ഒരു എന്താണ് ഇന്ത്യയിലെ ഫസ്റ്റ് അങ്ങനെയാണ് ഞാനും പറഞ്ഞിട്ടുണ്ടാന്നേ. ഇന്ത്യയിലെ ഫസ്റ്റ് ആയിരിക്കും, വേറെ ആരും ചെയ്തിട്ടില്ല. ഇതുവരെ ഒരാൾക്ക് കിറ്റ് സപ്ലൈ ആയിട്ടില്ല. ഒരു ഫസ്റ്റ് കിറ്റ് നമ്മൾ ഡബ് റോഡേഴ്സിന് ഫസ്റ്റ് കിറ്റ് നിങ്ങൾക്കായിട്ട് നമ്മൾ ചെയ്തത് നമ്മളാണ് ചെയ്യണത്. പക്ഷേ ഈ ഒരു വണ്ടി നമ്മുടെ അല്ല കേട്ടോ, നമ്മുടെ വണ്ടിയല്ല. പക്ഷെ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു വണ്ടിയാണല്ലേ. അപ്പൊ ആ ഒരു വണ്ടി ഒരു വേറൊരു രീതിയിലായിരിക്കും നമ്മൾ ഇറക്കാൻ വേണ്ടി പോകുക. അതേപോലെ തന്നെ നമ്മളൊരു 5 സീരീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറെ ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു BMW കൊടുക്കാനുള്ളതാണോ, കിറ്റ് കയറ്റിയ വണ്ടി കൊടുക്കണോന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഞാൻ പേഴ്സണലി ചെക്ക് ചെയ്തിട്ട് ചണ്ഡീഗറിന് എടുത്തിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. അവിടെ 4444 അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ആളാണല്ലോ. എല്ലാ വണ്ടിയും 4444 അല്ലേ? എല്ലാ വണ്ടിയുടെ നമ്പർ ഇതാണ്. അപ്പൊ ഏകദേശം 1.5 ലക്ഷത്തോളം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇതിപ്പോ നമ്മൾ നോക്കിയിട്ട് വേറെ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും കണ്ടില്ല കേട്ടോ. അതായത് എയർ ബാഗിന്റെ വാണിംഗ് ഒന്നും എടുക്കണമെന്നോ അത് ക്ലിയർ ചെയ്ത സമയത്ത് ശരിക്കും പോയി. പക്ഷെ അത് നമ്മുടെ സ്റ്റിയറിംഗിന്റെ ഇവിടുത്തെ എയർ ബാഗ് അല്ല, സെൻസർ ഇഷ്യൂ, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അതേപോലെ തന്നെ ഇതൊക്കെയാണ് ഇന്റീരിയർ എന്ന് പറയുന്നത്. വേറെ കളർ ഫെയ്ഡിങ് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ആദ്യമേ തന്നെ നിങ്ങളെ ഈ ഒരു വണ്ടി കാണിക്കുക. അതായത് ഈ ഒരു വണ്ടി കിറ്റ് കയറ്റി പെയിന്റിങ്ങോട് കൂടിയിട്ട് നമ്മൾ 10 ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കാൻ വേണ്ടി പോണത്. നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്യാം. അതിന് NOC അതേപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസ് ഒക്കെ അഡീഷണൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളൊക്കെ ആ ഒരു ഗ്രീൻ വണ്ടി ഉപയോഗിച്ചിരുന്നില്ലേ, അതേപോലത്തെ ഒരു KL രജിസ്ട്രേഷനിലുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അല്ലേ. 10 ലക്ഷം രൂപ വലിയ എമൗണ്ട് ഒന്നല്ലോ, ചീപ്പല്ലേ. കാരണം എന്ന് വെച്ചാൽ ഡൽഹി വണ്ടികൾക്ക് എനിക്ക് തോന്നുന്നു 6-7 ലക്ഷം 8 ലക്ഷം ഒക്കെ അവിടെ മാർക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കിറ്റ് കയറ്റിയിട്ട്, അതായത് ഈ ടൈലൈറ്റ് മാറും, അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ മാറും, പിന്നെ ബോണറ്റ്, ഫെൻഡർ, എല്ലാ ഐറ്റംസും മാറും. ഇതിന്റെ ടയറും കാര്യങ്ങളൊക്കെ കാണിക്കട്ടാ. ഇതിന്റെ കൂടെ നമുക്ക് കൺവേർഷൻ അതേപോലെ തന്നെ പെയിന്റിങ് കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ടയറും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷനിലാണ്. അതായത് 4 ടയറും പുതിയതാണ്. ഇതിപ്പോ നേരിട്ട് കൊണ്ടുവന്ന് ഞങ്ങൾ കഴുകാണ്ടാണ് നിങ്ങളെ കാണിക്കണത്. അതായത് ഈ പൊളിഞ്ഞ വണ്ടി എടുത്തിട്ട് പണിയല്ലാന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിലൊരു കേസ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയ്ക്ക് ആരെങ്കിലും ഒരു BMW ഒക്കെ വേണം, കൺവേർഷനോട് കൂടിയിട്ടാണ് കേട്ടോ. അതായത് കാറിന് 10 അഡീഷണൽ, കിറ്റിന് വേറെ കാശൊന്നുമല്ല. ആ കിറ്റും കാർ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് 10 ലക്ഷം രൂപയ്ക്ക് തരാൻ വേണ്ടി പോണത്. അതിന് പുറമെ നിങ്ങൾക്ക് KL ആക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ RT ഓഫീസിൽ കൊണ്ടിട്ട് ഏകദേശം 1 സംതിങ് ഒക്കെ വേണ്ടി വരുന്ന തോന്നുന്നു. നിങ്ങൾക്ക് KL ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പിൽ ഉപയോഗിക്കാവുന്ന ഈ ഒരു വണ്ടി ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാത്ത പേജിൽ ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡ് നമ്മൾ കാണിച്ചില്ല അല്ലേ, ഇതൊക്കെയാണ് കേട്ടോ ശരിക്കും ബാക്കിലത്തെ ഒരു സെറ്റപ്പ് എന്നൊക്കെ പറയുന്നത്. എന്തായാലും അടിപൊളിയായിട്ട് ഇറക്കാം. നിങ്ങൾ പറയണ കളർ അടിച്ചു തരും. അതായത് ഇവിടെ വന്നിട്ട് നിങ്ങൾ പേയ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കളറിലായിരിക്കും ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോണത്. അതേപോലെ തന്നെ ഇവിടെ ഒരു 6 മുതൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഒരു ബ്ലാക്ക് BMW ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഈ ഒരു മുതൽ നോക്കി നിങ്ങൾ, എനിക്ക് ഭയങ്കരമായിട്ട് ക്രഷ് അടിച്ചു കിട്ടും. അപ്പോൾ നമ്മൾ ഒരുപാട് പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു കാറിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ നമ്മളെ കൊണ്ടൊന്നും നടക്കണ കാര്യമില്ലാന്ന് മനസ്സിലായി. കുറേ നാളായിട്ട് ഈ ഒരു വണ്ടി കയറ്റിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 15 ദിവസത്തോളം പിന്നെ ഇതിൻ്റെ പിന്നാലെ കിടന്ന് നടക്കണം. പിന്നെ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ടെൻഷനൊന്നുമില്ല. പിന്നെ വണ്ടി ഡൽഹിയിൽ നിന്ന് വന്നത് കൊണ്ടുപോയി എടുത്തിട്ട് വരണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പാണ് കേട്ടോ. അതായത് ആദ്യമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഒരു മുതലാണ് ബ്രോ. ഇതിൻ്റെ കിറ്റ് കയറ്റാൻ പോണ സംഭവം ഒന്ന് കാണിച്ചു കൊടുത്താലോ? അതിന് മുമ്പ് ആ ബ്ലാക്ക് വണ്ടി എന്തൊരു സെറ്റപ്പ് പുറത്തെടുക്കുന്ന ബ്ലാക്ക്, അത് നമ്മൾ കിറ്റ് കയറ്റിയിട്ടുള്ള അത് നിങ്ങൾക്ക് എത്രത്തോളം ഈ വെളിച്ചത്തിന്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് കാണാൻ പറ്റുന്ന അറിയില്ല. പക്ഷെ ഇത് തിരിച്ചറിയാൻ പറ്റില്ല അല്ലേ, മനസ്സിലാവില്ല. ഓ, ഇത് 2000 ഏതാ ഇയർ? അതെ അല്ലേ, ശരിക്കും വണ്ടി ഏതാ ഇയർ? 2011 വണ്ടിയാണത്. എൻ്റെ മോനെ, ഈ ഒരു ബ്ലാക്ക് കളർ നോക്കി നിങ്ങള്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതും മാത്രല്ല ഇതിന്റെ ഇന്റീരിയറിലും കുറെ മാറ്റങ്ങൾ വരുത്തിണ്ടല്ലോ അല്ലേ. ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്തതാ. സീറ്റും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് കളറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് പുറമെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ ഒരു M5 ഗിയർ നോബ് അല്ലേ. ഈ ഒരു ഗിയർ നോബ് 14.9. ഓ, നല്ല രസമുണ്ടല്ല, നീളത്തിൽ നിൽക്കണ. ഇതിനൊക്കെ എന്ത് റേറ്റ് വരുന്നുണ്ട്? ഇത് 58,000 രൂപ അല്ലേ. പക്ഷേ ഇത് നമുക്ക് ചെയ്താൽ ഞാൻ മറ്റേ പർപ്പിളില് ഇതേപോലെ നമുക്ക് പഴയ വണ്ടികളെടുത്ത് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഈ M5 വാങ്ങണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഓൺ റോഡൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് 1.5 കോടിയോളം രൂപ വരില്ല ഇവിടെ.
നിങ്ങൾക്ക് ഇതേപോലെ സിമ്പിളായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം കേട്ടോ. മിറർ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫെൻഡർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ബോണറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഗ്രില്ല് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ബമ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോനെ 4 ഡോർ എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ. ഇത് എത്ര ലക്ഷം രൂപ വർക്കായിരുന്നു? അപ്പോൾ 8 ലക്ഷം രൂപയ്ക്ക് പണിത ഒരു വണ്ടിയാണ്. അതായത് അലോയ്സ് വരെ അടിപൊളി അലോയും കാര്യങ്ങളൊക്കെയാണ് അതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സ്പോയിലറിൻ്റെ കുറവുണ്ടല്ലേ, ചെറുത് ഒരു ലിപ്പ് ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്തായാലും ഈ അടുത്ത് തന്നെ ഡെലിവറി പോകാനുള്ള ഒരു മുതലാണ് കേട്ടോ. ഇതേപോലെയൊക്കെ നിങ്ങൾക്ക് അത്ര ആ ഒരു വണ്ടിയും കൺവേർട്ട് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യാം. 7 സീരീസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വണ്ടി തന്നെയല്ലേ ഇത്? ഓ അടിപൊളി. അതേപോലെ തന്നെ നമ്മൾ വണ്ടിയിൽ കയറ്റം പോണ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താലോ. ഇത് വേറെ വലിയ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വണ്ടി എടുത്തിട്ട് എല്ലാം കൂടെ കൊണ്ടുവരാം അല്ലേ. അതായത് വേറെ ഒന്നല്ല, നമ്മൾ ഇതേപോലെയുള്ള വണ്ടികളാണ് ഈ ഒരു തരത്തിലേക്ക് മാറ്റിയെടുക്കണമെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എടുത്താണ് കേട്ടോ. ഇത് ഈ ഒരു വണ്ടി എടുക്കുന്ന ആൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾ പറയണ പെയിന്റിൽ നിങ്ങൾക്ക് അടിച്ച് സിംഗിൾ ഓണർഷിപ്പിൽ ഇറക്കാനായിട്ട് പറ്റുമെന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പണിത് തീരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല തന്നെ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീടിൻ്റെ താഴ്ത്തിട്ടുണ്ട്. ആരെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഡൽഹി വണ്ടിയല്ല, ചണ്ഡീഗറാണ്. അവിടെ സിംഗിൾ ഓണർഷിപ്പിൽ കിടന്ന ഒരു വണ്ടിയാണ്. ഇതിൻ്റെ ഞാൻ ബോണറ്റ് തുറന്ന ഇഞ്ചി റൂമോളാണ് കേട്ടോ. പക്ക സ്മൂത്താണ് വണ്ടി എന്ന് പറയുന്നത്. പിന്നെ ഇത് കൊണ്ടുവന്നിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. മീൻസ് സസ്പെൻഷൻ കംപ്ലൈൻ്റ് ഒക്കെ കോമൺലി 5 സീരീസിന് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മോഡലിന് അതൊന്നും ഇല്ല. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഉൾഭാഗം കൂടെ നിങ്ങളെ കാണിക്കട്ടെ. ഇഞ്ചി റൂം എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നു ഈ ഒരു തരത്തിലാണ് ശരിക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് ഈ ഒരു വണ്ടി കൊണ്ടുവന്നതും. എ സിയും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. അടിപൊളി. ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ ബോണറ്റ് മീൻസ് ഇതിൻ്റെ ബമ്പർ നമ്മൾ അഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇതൊക്കെ നമ്മൾ റിസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചിരിക്കുകയാണ്. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലെവലിലേക്ക് നമ്മളിതൊന്ന് റീസെറ്റ് ചെയ്താണ് കേട്ടോ. ശരിക്കും ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോണ സംഭവങ്ങളാണ് ഇതെന്നൊക്കെ പറയുന്നത്. ഇതായിരിക്കും നമ്മുടെ ഫ്രണ്ട് ബമ്പർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മേളിൽ ഈ ഒരു LED ഹെഡ് ലാമ്പ് യൂണിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അതായത് ഈ ഒരു പ്രൊജക്ടർ ലാമ്പ് നമ്മൾ ഒഴിവാക്കും. ഇത് നിങ്ങൾക്ക് തന്നെ തരും കേട്ടോ. നിങ്ങൾക്ക് ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീണ്ടും ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു LED ഹെഡ് ലാമ്പോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഡെലിവറി കിട്ടുന്ന സമയത്ത് ഈ ഒരു വണ്ടി ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ M5ൻ്റെ ബാക്ക് ബമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മുടെ മറ്റേൻ്റെ ബാക്ക് ബമ്പർ മാറ്റി 4 സൈലൻസറോട് കൂടിയിട്ടായിരിക്കും ഇതിൻ്റെ ഈ ഒരു ബമ്പർ ശരിക്കും വരുന്നത്. ഇതും ആ ഒരു വണ്ടിയിൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ബോണറ്റ് ചേഞ്ച് ആവും. ആ ഒരു ബോണറ്റിന് പകരം ഈ ഒരു ബോണറ്റ് വരുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ പറയാം ഒരു ഫ്ലോയിലായിരിക്കും വണ്ടിയുടെ ആ ഒരു ഷേപ്പ് എന്ന് പറയാം. ഇതൊക്കെ നല്ല വെയിറ്റ് ഉണ്ടല്ലേ. ഇതൊക്കെ നമ്മൾ പ്രൈമർ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത്ര ഐറ്റംസ് ആണ് മാറാൻ വേണ്ടി പോണത്. ഹെഡ്ലൈറ്റ് വരും, ടൈലൈറ്റ് വരും. ഇതാണ് ഫ്രണ്ട് ഫെൻഡർ എന്ന് പറയുന്നത്. പിന്നെ ടൈലൈറ്റും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം കേട്ടോ. അതായത് ഇതായിരിക്കും. ഓ ഇവിടെ ടൈലൈറ്റ് ഇല്ല, ഒറ്റ വണ്ടിക്ക് ടൈലൈറ്റ് ഇല്ല. ഏകദേശം ടൈലൈറ്റ് നമ്മുടെ ആ ഒരു വണ്ടിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഓടി നടക്കണ LED ടൈലൈറ്റ്, അത്തരത്തിലുള്ള ടൈലൈറ്റും കൂടെ നമ്മൾ കൺവേർഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കിറ്റിൽ ഈ ഒരു സംഭവം കൂടെ ശരിക്കും വരുന്നുണ്ട്. ഈ ഒരു തരത്തിലുള്ള ടൈലൈറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്കാനിങ് ലൈറ്റും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കസ്റ്റമൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സെറ്റ് ചെയ്ത് തരും. അതായത് ബ്രോ സ്റ്റിയറിംഗും ഇപ്പോൾ ആരെങ്കിലും ഈ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി ഇവിടെ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് ഇന്റീരിയറും കൂടെ ചെയ്യണം. വൈറ്റ് വേണ്ട ബ്ലാക്ക് ആക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റിയറിംഗ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കും. വേറെ എവിടേക്കും പോകണ്ട, ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ആ ഒരു തരത്തിലേക്കാണ് നമ്മളിത് മാറ്റാൻ വേണ്ടി പോകുന്നത്. ടൈലൈറ്റ് ആണോ തപ്പണ്? ഹെഡ്ലൈറ്റ് ഇല്ല. ഇതും കൂടെ ആകുമ്പോൾ സെറ്റ് ആവൂലേ. ഓ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഡെലിവറി തരാൻ വേണ്ടി പോണത്. പിന്നെ ടൈലൈറ്റ് നമുക്ക് നോർമൽ ആയിട്ടുള്ള LED ടൈലൈറ്റ് ഇല്ലേ, അതായത് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ്ലി മാറില്ലേ. ആ ഒരു 5 സീരീസിന്റെ സെയിം പച്ച വണ്ടിയുടെ സെയിം ആക്കാം. ഒരു ലിപ്പും കൂടെ വെച്ചുതരാം അല്ലേ, സെറ്റ് ആയിരിക്കും ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ കൺവേർഷൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു BMW കൂടെ നമ്മൾ എടുത്തിട്ടുണ്ടാകുന്ന സെയിലിന് വേണ്ടിയിട്ട് 530i ആണ് കേട്ടോ. അതെനിക്ക് തോന്നുന്നു വലിയ എമൗണ്ടൊന്നും വേണ്ടിയൊന്നുമില്ല. 775 നിങ്ങൾക്ക് ആ ഒരു വണ്ടി സ്വന്തമാക്കാം. രജിസ്ട്രേഷനാണ് KL ഗുരുവായൂരാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ സർവീസിനെ ചെയ്യുകയാണ് കേട്ടോ. ഏകദേശം ആ ഒരു വണ്ടി എടുത്ത് സർവീസ് ചെയ്തേക്ക് എൻ്റെ പോക്കറ്റ് കയറുക എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ആ ഒരു വണ്ടി കൂടെ നമ്മൾ കാണിക്കാം. അപ്പോൾ ബ്രോ ഇത് എത്ര ദിവസം എടുക്കും നമുക്ക് പോർഷയുടെ പണി ചെയ്യാൻ വേണ്ടിയിട്ട്? നമുക്ക് നാളേക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതെ അല്ലേ. നമ്മളിപ്പോൾ അതിന് കിറ്റ് ഓർഡർ ചെയ്തെന്ന് വിചാരിക്കുക. കിറ്റ് ഓർഡർ ചെയ്യാൻ എത്ര ദിവസം എടുക്കും കിട്ടാൻ? ഇത് അഗൈൻസ്റ്റ് ഓർഡർ മാത്രമാണ് നമുക്ക് ഷിപ്മെന്റ്. അതെ അല്ലേ. ഇവിടെ ഇമ്പോർട്ടേഴ്സിന്റെ കയ്യിൽ സ്റ്റോക്കില്ല. 40 ഡേയ്സ് മിനിമം എടുക്കും. 14 ദിവസം എടുക്കൂല്ലേ? 40 എൻ്റെ പൊന്ന് 40 ദിവസം എടുക്കും. ഇതിന് കിറ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതുവരെ ഞാൻ ഇങ്ങനെ കൊണ്ടുനടക്കേണ്ടി വരില്ലേ. പക്ഷെ നമ്മൾ ഇതിൻ്റെ അലോയ്സ് എന്തായാലും ഒരു കളയുന്നുണ്ട്. ഈ ഒരു അലോയ് മാറ്റിയിട്ട് നമ്മളൊരു 18 അലോയ് കയറ്റുന്നുണ്ട്. എത്ര ദിവസം വേണ്ടി വരും? നമുക്കൊരു
10 ഡേയ്സിനുള്ളിൽ നമുക്ക് ഉള്ളിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു വീല് മാറുമ്പോ തന്നെ വണ്ടിയുടെ കുറെ ലുക്കൊക്കെ മാറുമല്ലേ? കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട്. പിന്നെ പോർഷ ഒറിജിനൽ പോർച്ചയുടെ ലുക്ക് വരും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ പുതിയൊരു BM പണിയുണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അത് പണിയെല്ലാം കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു. നമ്മൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ പോയില്ല. അപ്പൊ പിന്നെ ഇത് പണിയാനായിട്ട് മുമ്പ് തന്നെ, അതായത് വാങ്ങാൻ പോണ ആളുടെ ഇഷ്ടത്തിന് പെയിന്റ് ഒക്കെ ചെയ്തിട്ട് ഇറക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മറ്റേ 530 ആയും കൂടെ കാണിച്ചു തരാം. ഇത് വേറെ ഒന്നല്ല, ഇത് ചെറിയൊരു വ്ളോഗും മാത്രമാണ്, വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ജസ്റ്റ് ഇവിടം വരെ വന്ന് ഈ ഒരു വണ്ടി നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് എന്നൊക്കെ ശരിക്കും പറയണത്. ഇതിൻ്റെ സ്പ്രിങ് ശരിക്കും പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നോക്കിയാൽ കുറേ മുതലുകൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മുടെ വീഡിയോൻ്റെ പവർ അല്ലേ, എത്ര വണ്ടികളാന്ന് നോക്കി ഇവിടെ നിൽക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയിലേക്ക് ശരിക്കും എത്തി. എന്നാലും ഞാൻ ആ ഒരു 530 ആയും കൂടെ കാണിക്കാട്ടോ. അതുകൊണ്ടാണ് നമുക്ക് നൈസായിട്ട് നടത്തി ചെറിയൊരു വീഡിയോ അവസാനിപ്പിക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ അടുത്ത മുതലെന്ന് പറയുന്നത് കേട്ടോ. ഇതിപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 1 വീക്കോളായി നമ്മളിവിടെ കയറ്റിയിട്ടാ. ഇത് BM ഒക്കെ എടുക്കുമ്പോൾ ചെക്ക് ചെയ്തെടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എട്ടിൻ്റെ പണി കിട്ടും. അപ്പോൾ ഇതേ ഒരു വണ്ടിയുടെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കണ്ടില്ലേ, പുതിയ സസ്പെൻഷനാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഇട്ടേക്കുന്നത്. ഈ 5 സീരീസിന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ സസ്പെൻഷനും അതിൻ്റെ ആംസും കാര്യങ്ങളൊക്കെയാണ് കംപ്ലയിൻറ്റ് വരുന്നതെന്നുള്ളൊരു കാര്യം. ഇതിൻ്റെ ബോൾ ജോയിൻ്റ് അതേപോലെ തന്നെ ആംസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തു കേട്ടോ. ഇതൊക്കെ പോയി കിടക്കാറുണ്ട്. ഇതൊക്കെ കമ്പനിയിൽ നമ്മൾ പുതിയ സസ്പെൻഷൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ വേറെ ഡോർ ലോക്കും കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു, നമ്മളതൊക്കെ റീപ്ലേസ് ചെയ്തു. പിന്നെ ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ എന്നൊക്കെ പറയുന്നത്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ. വേറെ ഇൻറ്റീരിയറിൽ വേറെ വർക്കുകളും കാര്യങ്ങളൊന്നും ശരിക്കും വന്നിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ ഇതും അത്തരത്തിൽ വിൽക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളൊരു വണ്ടിയാണ്. നിലവിൽ ഇത് KL46ലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു മുതലാണ് കേട്ടോ. 2028 വരെ ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള മുതൽ ആരെങ്കിലുമൊക്കെ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇത് മെയിനായിട്ട് ഇതിൻ്റെ എഞ്ചിനാണ് കേട്ടോ. അതായത് 6 സിലിണ്ടറാണ്, 3 ലിറ്റർ എഞ്ചിൻ. കാണുന്ന സമയത്ത് ഭയങ്കര ഒരു പഴയ വണ്ടി അല്ലെങ്കിൽ ഒരു പാവം വണ്ടി പോലെ തോന്നുമെങ്കിലും മാരക പവറുള്ളൊരു വണ്ടിയാണ്. സെപ്പറേറ്റ് സ്പോർട്സ് മോഡ് കാര്യങ്ങളൊന്നും തന്നെ വേണ്ട, കാല് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ ടയറും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷനിലാണ് കേട്ടോ. ഇതിൽ ഏതോ ഒരു ടയറിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അതെന്തായാലും നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഈ ഒരു ടയർ അതേപോലെ തന്നെ ഇത് എല്ലാ ടയറും നല്ല കണ്ടീഷനാണ്. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്നൊരു പരീക്ഷണം നടത്തിയതാണ് കേട്ടോ. ഒരു 2 കാർ എടുത്തിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങളെന്ന്. പക്ഷേ ഇത് നോക്കിയെടുത്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു വണ്ടി പോയിട്ട് നിങ്ങൾ ഡൽഹിയിലൊക്കെ എടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഏകദേശം നാളേക്കായിട്ട് കിട്ടില്ലേ? തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് ഡെലിവറി കിട്ടില്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ തിങ്കളാഴ്ച വരാം. ശരി കേട്ടോ. ഇനി നമ്മുടെ അടുത്ത വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ കളർ ഒരെണ്ണം മാറിയിട്ടുണ്ടെന്നില്ലേ, പർപ്പിളല്ല ശരിക്കും മെറ്റാലിക് ലാവൻഡർ. അപ്പോൾ അതിൻ്റെ RT ഓഫീസിലേക്ക് പോകാൻ കേട്ടോ. നമ്മൾ ലീഗലി അതിൻ്റെ RC ബുക്കിൽ കളറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ലേറ്റ് ആക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RC ബുക്കിൻ്റെ പ്രിൻറ്റിംഗ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മളിനി അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് RC ബുക്ക് നമ്മുടെ കയ്യിൽ വരില്ല എന്നുള്ള ഒരു ഇത് കാരണമാണ് നമ്മൾ ഇത്രയും ഡിലേ ചെയ്ത്. അതേപോലെ തന്നെ അത് അക്ഷയയിൽ പോയിട്ട് അതിൻ്റെ കളർ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ വന്നു. അവരുടെ സൈറ്റിൽ OTP പോയിരുന്നില്ല. അപ്പോൾ അതെന്തായാലും ഞാൻ അടുത്തൊരു വ്ളോഗിൽ കറക്റ്റായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അതായത് എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ ഉള്ളത്. ഇത് చాలా അടിപൊളിയാണല്ലേ വർക്ക്. എൻ്റെ മോനെ ഫുള്ള് എന്നാലും ഇതിൻ്റെ ഇന്റീരിയറൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു വണ്ടി ഇഷ്ടമാണ്. ഇതൊക്കെ നിങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും ചെയ്തിട്ടില്ല. ഇത് കമ്പനി സാധനം. ഓ, ഇതെല്ലാം നിർത്തി ബാക്കിയുള്ള സ്റ്റഫ് എല്ലാം മാറ്റി, എല്ലാ സംഭവം മാറ്റി. അതായത് 2010 വണ്ടി 10-11 13 വണ്ടി അല്ലേ? എനിക്ക് ഈ എന്നോപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയുണ്ട്. ഇത് 530 520 ഇത് 530 ആവൂല്ലേ? ഓക്കെ, ഇതെന്തായാലും അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൻഡ്രോയിഡിലേക്ക് പോയി നമുക്ക് ആൻഡ്രോയിഡ് യൂസ് ചെയ്യാം. നീളത്തിലാണ് ഈ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഏകദേശം പിന്നെ നല്ല ക്ലാരിറ്റി ഉണ്ട്. നോർമലി AMOLED വെളിച്ചൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഇത് AMOLED ആണെന്ന് തോന്നുന്നു. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ബ്ലാക്ക് കളർ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണാണ്ട്. പിന്നെ സൺറൂഫും കാര്യങ്ങളൊക്കെ റൂഫൊക്കെ ബ്ലാക്ക് ചെയ്തേക്കാണ് കേട്ടോ. ഈ ഒരു കവർ ഉൾപ്പെടെ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പർപ്പിൾ BMW ഉണ്ടല്ലോ, അപ്പോൾ അത് കാണിക്കുന്ന സമയത്ത് നമുക്ക് അലോയ്സും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇനി അങ്ങനെയാണ് ആ വണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പോണത്. നമുക്ക് നല്ലൊരു അലോയ് ആ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് സെറ്റ് ആയിട്ടില്ല. കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോൻ്റെ താഴെ ആ ഒരു ബ്ലാക്ക് അലോയ് കാണാൻ ഒരു ഭംഗിയില്ല, അലോയ് മാറ്റാൻ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ അലോയ് തപ്പി
പക്ഷെ കിട്ടിയില്ല. അപ്പോൾ നമ്മളൊരു യൂസ്ഡ് അലോയ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു M5-ന്റെ ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല അലോയ് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ നമ്മുടെ വേറെ അലോയ് കിട്ടണ വരെ, അതിന് മാച്ചായിട്ടുള്ള ഒരു അലോയ് കിട്ടണ വരെ ഞാൻ എന്തായാലും ആ ഒരു അലോയ് ഇട്ടിട്ട് തന്നെയാണ് ഉപയോഗിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ആരെങ്കിലൊക്കെ നല്ല രീതിയിൽ 5 സീരീസിന് അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു അടിപൊളി വീഡിയോയോട് കൂടിയിട്ട് തന്നെ ആ ഒരു സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു അലോയ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് മറ്റേ അലോയ് മാറ്റിയിട്ട് ഈ ഒരു അലോയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇത് നല്ല വൃത്തിയുണ്ട് കേട്ടോ. അതായത് കാണാൻ വലിയ സീനും കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലെ ലോഗോയൊക്കെ മാറ്റി പുതിയ ടയറാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതായിരുന്നു നമ്മുടെ ഒരു ലോഗോ എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ പറയാട്ടോ. അതായത് ഇങ്ങനെയുള്ള ഒരു ലുക്ക് നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ഈ ഒരു അലോയ് വലിയ ബോറില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പറയാം. പിന്നെ ഇവിടെ നമ്മളിത് അലോയ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. കുറേ അലോയ്സൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തു. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും നമുക്ക് സെറ്റ് ആവില്ല. PCD ചേഞ്ചുള്ള കാരണം കുറേ അലോയ്സൊക്കെ നമ്മൾ റിജക്റ്റ് ചെയ്ത് കളഞ്ഞു. എന്തായാലും പുതിയ അലോയ്സിൻ്റെ കളക്ഷൻ വരുന്ന സമയത്ത് പറയാമെന്നാണ് പറഞ്ഞേക്കണത്. മുതലിരിക്കുന്നുണ്ട് ഇവിടെ. എൻ്റെ പൊന്നെ S1000RRൻ്റെ ആ ഒരു ഏലിയൻ കണ്ടുള്ള സുന്ദരൻ ഇവിടെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചതാണ്. ഇതൊക്കെ നമ്മുടെ വണ്ടികൾക്ക് പറ്റിയിട്ടുള്ള അലോയ്സാണ് കേട്ടോ. അതായത് BMW അല്ല, കാറുകൾക്ക് പറ്റിയിട്ടുള്ള ഒരുപാട് അലോയ്സിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ടയറും അതേപോലെ തന്നെ അലോയും കാര്യങ്ങളൊക്കെ എടുത്തത്. എന്തായാലും അടിപൊളി. എനിക്കിപ്പോൾ ടെസ്റ്റിൻ്റെ കാര്യങ്ങളായിരിക്കും നമ്മുടെ അടുത്ത വ്ളോഗ് എന്ന് പറയുന്നത്. ഒരു അതർ രജിസ്ട്രേഷൻ വണ്ടി എടുത്താൽ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ KL രജിസ്റ്റേർഡ് വണ്ടി എടുത്തിട്ട് കളർ ചേഞ്ച് ചെയ്യുന്ന സമയത്തുള്ള ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അതായത് നമ്മുടെ KL 45 എന്ന് പറയുമ്പോൾ ഇരിങ്ങാലക്കുടയാണ് രജിസ്ട്രേഷൻ വരുന്നത്. അപ്പോൾ RT ഓഫീസിലാണ് കൊണ്ട് കാണിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വരും. ഒരൊറ്റ വ്ളോഗായിട്ട് ഞാൻ ചെയ്യാം. ആ ഒരു വീഡിയോയിലാണ്. ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലാണ്.